നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ശബരിമലയിലെത്തി പ്രിയ സുഹൃത്ത് മമ്മൂട്ടിക്ക് വഴിപാടൊക്കെ നേർന്നിരുന്നു. ഇപ്പോഴത്തെ ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മാധ്യമം പത്രത്തിൻ്റെ മുൻ പത്രാധിപർ ഒ അബ്ദുള്ള ഉയർത്തുന്നത്. അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം. മുസ്ലിം സമുദായത്തോട് മമ്മൂട്ടി മാപ്പ് പറയണം. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും തൊഴിലിടങ്ങളിലെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അടയാളമായി വാഴ്ത്തപ്പെട്ട ഒരു സംഭവമായിരുന്നു മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ ആ വഴിപാട്. മുൻ മന്ത്രി KT ജലീലടക്കം പലരും ഇതിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. നേരത്തെ അസുഖബാധിതനായി ചെന്നൈയിൽ വിശ്രമത്തിൽ കഴിയുന്ന മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജയാണ് മോഹൻലാൽ ശബരിമലയിൽ അർപ്പിച്ചത്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലായിരുന്നു ഈ വഴിപാട്. തുടർന്ന് ഈ വഴിപാടിൻ്റെ രസീത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും വലിയ തോതിൽ ഒച്ചപ്പാട് ഉയർത്തുകയും ചെയ്തു. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ വഴിപാടിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഒ അബ്ദുള്ള കളത്തിലിറങ്ങിയതോടെ പലരും അതിനെ അനുകൂലിച്ച് രംഗത്തെത്തി. എന്നാൽ രൂക്ഷ വിമർശനമാണ് അബ്ദുള്ളയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. അബ്ദുള്ള എയറിലായി എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് അബ്ദുള്ള വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. താൻ ശബരിമലയിലേക്ക് പോരുന്ന വിവരം മമ്മൂട്ടിയോട് പറഞ്ഞിരുന്നുവെന്ന് ലാൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ അവസരത്തിൽ മമ്മൂട്ടിയോട് താൻ വഴിപാട് നടത്തുമെന്നൊക്കെ ലാൽ പറഞ്ഞുവോ? അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന മറ്റൊരു സംശയം. ഇനി മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. മോഹൻലാലിൻ്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് എന്നൊക്കെയോ അബ്ദുള്ള പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ മമ്മൂട്ടി അറിഞ്ഞാണ് ഇത്തരമൊരു വഴിപാടെങ്കിൽ മമ്മൂട്ടി ചെയ്തത് മഹാപാതകമാണ്. മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചതാണ് ഇക്കാര്യം മോഹൻലാലിനെയെങ്കിൽ മഹാ അപരാധമാണ് മമ്മൂട്ടി ചെയ്തത്. കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഇതിൻ്റെയെല്ലാം പൂർണ്ണമായ ലംഘനമാണ് അങ്ങനെയെങ്കിൽ മമ്മൂട്ടി ചെയ്തത്. പ്രവാചകൻ്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണ് ലാത്ത, മനാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, ശബരിമല ശാസ്താവാകട്ടെ. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല. മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം അത്യാവശ്യമാണ്. മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് തൻ്റെ വിശദീകരണം നൽകണം. ഇനി മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്ന സമുദായം വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി ഇതിനെ കണക്കാക്കപ്പെടും. പ്രത്യേകിച്ച് റംദാൻ മാസത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അബ്ദുള്ള പറയുന്നത്. നേരത്തെ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് നടത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുൻ മന്ത്രി KT ജലീൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം, ശബരിമലയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. ഇതാണ് കേരളം, ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഹൻലാലിൻ്റെ ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ. മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ. മലയാളത്തിൻ്റെ എല്ലാ കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരുടെയും അഭിനയസിദ്ധികൾ വ്യത്യസ്തമാണ്. തുലനം ചെയ്യാൻ പറ്റാത്തത്ര വ്യതിരിക്തമാണ് രണ്ടുപേരുടെയും അഭിനയ നൈപുണ്യം. മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല, ആവുകയുമില്ല. രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ്. മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിൻ്റെ ഗുണം കിട്ടിയത് നടനകലാ ലോകത്തിനാണ്. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും 1000 നന്മകളും പ്രാർത്ഥനകളും. സമൂഹത്തിൽ പലരും ഇത്തരമൊരു നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോഴാണ് മാധ്യമപത്രത്തിൻ്റെ പഴയ പത്രാധിപർക്ക് ഇത്രയധികം ചൊറിച്ചിൽ. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിമായ മമ്മൂട്ടി ആരാധിക്കരുത് എന്നൊക്കെയാണ് അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അബ്ദുള്ള ഇത്തരമൊരു വിവാദ ഭാഷണം നടത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി പരസ്യമായി സ്വന്തം സമുദായത്തോട് മാപ്പിരക്കുമോ? അതാണ് കേരളം ആകാംക്ഷയോടെ നോക്കുന്നത്. വളരെ ഗുരുതരമായ വീഴ്ച ഒരു അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നൊക്കെ അബ്ദുള്ള പറയുന്നു. ഈ വീഡിയോ പുറത്തു വന്നതോടെ അബ്ദുള്ള പൂർണ്ണമായി ഏറിൽ നിൽക്കുന്ന കാഴ്ച. കടുത്ത വിമർശനങ്ങളാണ് അബ്ദുള്ളയ്ക്ക് നേരെ കേരളം ഉയർത്തുന്നത്. ഇത്രയധികം സങ്കുചിത മനസ്ഥിതിയുള്ളവർ
എങ്ങനെയാണ് ഒരു പത്രാധിപരായിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിന് അബ്ദുള്ള എന്ത് മറുപടി പറയും? ഇത്രയും വർഗീയ വിഷം ചീറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്നു. കേരളത്തിന്റെ മതേതര ബോധത്തിലാണ് നിങ്ങൾ വിഷം കലർത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് മറ്റു ചിലർ പച്ചയ്ക്ക് പറയുന്നു. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ മതം കലരാത്ത രണ്ട് ബിംബങ്ങളാണ്. അവരെയാണ് നിങ്ങൾ മതം കലർത്തി സമൂഹത്തെ ഇത്രയധികം മലീമസമാക്കാൻ വലിച്ചെറിയുന്നത്, വിഷം ചീറ്റുന്നത്. ഇസ്ലാമിക വിധിയനുസരിച്ച് അബ്ദുള്ള പറഞ്ഞതാണ് ശരി എന്ന് വാദിക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. സംഗതി വിവാദമായി വളർന്നതോടെ ഇന്നലെ മോഹൻലാൽ ഒരു വിശദീകരണം നൽകിയിരുന്നു തന്റെ ശബരിമല സന്ദർശനത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചുമൊക്കെ. മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. മമ്മൂട്ടിക്കായി മോഹൻലാൽ ശബരിമലയിൽ കഴിപ്പിച്ച വഴിപാട് ഇരുവരുടെയും സ്നേഹത്തിന് തെളിവാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ലാലിന്റെ ഹൃദയം തുറന്നുള്ള ഒരു വിശദീകരണം. മമ്മൂട്ടി തനിക്ക് ഒരു സഹോദരനെ പോലെയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. മമ്മൂട്ടി സുഖമായിരിക്കുന്നു എന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. താൻ കഴിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു. മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി. മോഹൻലാലിന്റെ സുഹൃത്ത് കെ മാധവനൊപ്പമാണ് ശബരിമലയിൽ മോഹൻലാൽ എത്തിയത്. മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27 റിലീസിന് ഒരുങ്ങുകയാണ്. മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നാൽ പേടിക്കാനൊന്നുമില്ല എന്ന് മോഹൻലാൽ തുറന്നു പറയുന്നു. അദ്ദേഹത്തിനുള്ള ചെറിയ പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, അതുമാത്രമേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇതാണ് മോഹൻലാലിന്റെ വാക്കുകൾ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇതിൽ മമ്മൂട്ടിയുടെ മിക്ക റോളുകളും നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. ഇനി മോഹൻലാലുമൊത്തുള്ള കോമ്പിനേഷൻ സീനുകളാണ് അധികം തീരാനുള്ളത്. ഇതിനിടയിൽ മമ്മൂട്ടി തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ വീട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി വരാൻ മമ്മൂട്ടിക്ക് കഴിയും. അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മമ്മൂട്ടി പോകും എന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോകും എന്ന് വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്ക് വന്നത് ഒരു കുടൽ ക്യാൻസറിൻ്റെ തുടക്കമാണെന്നും ആദ്യഘട്ടമായതുകൊണ്ട് യാതൊരുവിധ ഭയത്തിൻ്റെ കാരണമില്ലെന്നും വാർത്തകൾ പരന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. ഈ പ്രചരണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ PR ടീം ആദ്യഘട്ടത്തിൽ തന്നെ കളത്തിലിറങ്ങി. എന്നാൽ ഈ വിഷയത്തിൽ മമ്മൂട്ടിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ദുൽഖർ സൽമാൻ തൻ്റെ സിനിമയിൽ നിന്ന് അവധിയെടുത്ത് മമ്മൂട്ടിക്കൊപ്പം ചെന്നൈയിൽ കഴിയുന്നു. മമ്മൂട്ടിയുടെ എല്ലാ കുടുംബാംഗങ്ങളും ചെന്നൈയിലുണ്ട്. അതാണ് കൂടുതൽ അഭ്യൂഹങ്ങൾ പരക്കാൻ ഇടവരുത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം നടൻ തമ്പി ആന്റണി മമ്മൂട്ടിയുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല, മമ്മൂട്ടിക്ക് റേഡിയേഷനാണോ ഓപ്പറേഷനാണോ നല്ലത് എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ തീരുമാനിക്കുമെന്നാണ് തമ്പി ആന്റണി പറഞ്ഞത്. തൗബ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മടക്കം എന്നാണ്. ചെയ്ത തെറ്റുകളിൽ നിന്നുള്ള മടക്കം. 2 തരം തൗബകളുണ്ട്. ഒന്ന് വ്യക്തികളോട് ചെയ്ത തെറ്റുകൾ, അവ അവരോട് തന്നെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് സാധാരണ വേണ്ടത്. എന്നാൽ അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ട തൗബ, അതാണിപ്പോൾ മമ്മൂട്ടിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് തന്നെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയാണ് വേണ്ടത്. തൗബ എന്നത് ഒരു ചടങ്ങല്ല, കുമ്പസാരമല്ല, കാർമ്മികനല്ല, പ്രത്യേക സ്ഥലം പോലും ആവശ്യമില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നതാണ് തൗബ. നേർക്കുനേരെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും പാടില്ല. അത്തരം വഴിപാടുകളോ ചിന്തകളോ മനസ്സിലുണ്ടായാൽ തൗബ ചെയ്യണമെന്നാണ് അബ്ദുള്ളയെപ്പോലുള്ളവർ പറയുന്നത്. മമ്മൂട്ടി തൗബ ചെയ്യുമോ അതോ പരസ്യമായി മുസ്ലിം സമുദായത്തോട് മാപ്പിരക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.